എന്നാൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായ രാഹുൽ ഗാന്ധി ഈ ബജറ്റിനെ വിമർശിക്കുന്നത് തോക്കിൽ നിന്ന് വരുന്ന വെടിയുണ്ടകളേറ്റ് ഉണ്ടായ മുറിവ് ചികിത്സിക്കാൻ വേണ്ടി ബാൻഡേജുകൾ ഉപയോഗിക്കുന്നത് പോലെയാണ് ഈ ബജറ്റ് എന്ന രീതിയിലാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ബജറ്റിനോട് പ്രതികരിച്ചത്. വെടിയുണ്ടയേറ്റ മുറിവിൽ ബാൻഡേഡ് ഒട്ടിക്കാനാണ് ഈ ബജറ്റിലൂടെ ശ്രമിക്കുന്നത്. ഈ സർക്കാരിന് ആശയപരമായ പാപ്പരത്വമാണ്. ആഗോള പ്രതിസന്ധികൾക്കിടയിൽ അതിനെ നേരിടാൻ കഴിയുകയും അതിനെ അഭിസംബോധന ചെയ്യാൻ കഴിയുകയും ചെയ്യുന്ന രീതിയിലുള്ള അടിസ്ഥാനപരമായ മാറ്റമാണ് ബജറ്റിൽ വേണ്ടിയിരുന്നത് എന്ന് രാഹുൽ ഗാന്ധി സാമൂഹ്യ മാധ്യമമായ എക്സിൽ എഴുതി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ബുള്ളറ്റ് കൊണ്ടുള്ള മുറിവുകൾക്ക് ബാൻഡേഡ് കൊണ്ടുള്ള പരിഹാരം. ആഗോള അനിശ്ചിതത്വത്തിനൊടുവിൽ അതിൻ്റെ ഇടയിൽ നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിന് ഒരു മാതൃകാപരമായ മാറ്റമാണ് ആവശ്യമായിരുന്നത്. എന്നാൽ ഈ സർക്കാർ ആശയപരമായ പാപ്പരത്വമാണ് നേരിടുന്നത് എന്ന് രാഹുൽ ഗാന്ധി പ്രതികരിക്കുകയുണ്ടായി. രാഹുൽ ഗാന്ധി മാത്രമല്ല, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും കേന്ദ്ര ബജറ്റിനെ രൂക്ഷമായിട്ട് വിമർശിച്ചു. പ്രധാനപ്പെട്ട സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ പരാജയപ്പെടുമ്പോൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള മോദി സർക്കാരിൻ്റെ ശ്രമമാണ് ഇത് എന്നാണ് മല്ലികാർജ്ജുൻ ഖാർഗെ വിശേഷിപ്പിച്ചത്. കഴിഞ്ഞ ദശകത്തിൽ 54.18 ലക്ഷം കോടി ആദായ നികുതി പിരിച്ചെടുത്ത സർക്കാർ ഇടത്തരക്കാർക്ക് ചെറിയ നികുതി ഇളവ് വാഗ്ദാനം ചെയ്തു എന്ന് ആണ് ഖാർഗെ ആരോപിക്കുന്നത്. 12 ലക്ഷം രൂപ വരെയുള്ള ഇളവ് പ്രതിവർഷം 80,000 രൂപ ലാഭിക്കുമെന്ന് ധനമന്ത്രി തന്നെ അവകാശപ്പെടുന്നു. അതായത് പ്രതിമാസം വെറും 6,666 രൂപ. അതേസമയം രാജ്യം മുഴുവൻ പണപ്പെരുപ്പവും തൊഴിലില്ലായ്മയും കൊണ്ട് പൊറുതിമുട്ടുകയാണ് എന്ന കാര്യം നാം മനഃപൂർവ്വം മറക്കുകയാണോ എന്നുള്ള ചോദ്യം കോൺഗ്രസ് അധ്യക്ഷൻ ചോദിക്കുകയുണ്ടായി. മോദി സർക്കാർ തെറ്റായ പ്രശംസ തേടുന്ന തിരക്കിലാണ് എന്നാണ് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞിരിക്കുന്നത്. യുവാക്കൾ, സ്ത്രീകൾ, കർഷകർ, പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങൾ എന്നിവർക്കായി ബജറ്റിൽ ഒന്നുമില്ല എന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ എഴുതിയിരിക്കുന്നു. സ്ത്രീ ശാക്തീകരണത്തിന് വലിയൊരു ചുവടുവെപ്പ് മോദി വാഗ്ദാനം ചെയ്തിരുന്നു, പക്ഷേ ഒന്നും നടന്നില്ല. കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കാനുള്ള മാർഗരേഖയില്ല. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് GSTയിൽ ഇളവില്ല. ആരോഗ്യം, വിദ്യാഭ്യാസം, ദളിത്, ആദിവാസി, പിന്നാക്കക്കാർ ഇവർക്കുള്ള സ്കോളർഷിപ്പുകൾ എന്നിവയ്ക്ക് പദ്ധതികളില്ല എന്നുകൂടി മല്ലികാർജ്ജുൻ ഖാർഗെ രാഹുൽ ഗാന്ധിക്കൊപ്പം കൂട്ടിച്ചേർത്ത് പറയുകയുണ്ടായി.